ഇനി CR നീലകണ്ഠൻ കൂടി ചേരുന്നു. പെരുമാൾസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് കരുതുന്ന ചരിത്ര പുസ്തകം കൂടിയാണ് പെരുമാൾസ് ഓഫ് കേരള. പെരുമാൾസ് ഓഫ് ഇന്ത്യ, പെരുമാൾസ് ഓഫ് കേരള. CR, ശരിക്കും MGS എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹം 3 അക്ഷരത്തിൽ നമ്മൾ അറിയപ്പെട്ട ചരിത്ര പണ്ഡിതൻ എന്ന് മാത്രമല്ല, നിശ്ചിതമായ നിലപാടുകൾ പല ചരിത്ര പ്രശ്നങ്ങളിലും ഉയർത്തിയിട്ടുള്ള ആൾ കൂടിയാണ് MGS ഒരു ഗവേഷണ സർവകലാശാല ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൻ്റെ കാര്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാധനായിരുന്നു MGS. തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഗുരു എന്ന് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ പറയാവുന്ന ഒരാൾ MGS തന്നെയാണ്. MGSന്റെ പ്രബന്ധങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, സ്കേൻ പറഞ്ഞതുപോലെ, അതൊരു നിധിയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിന്റെ കമന്റുകളാണ്. അദ്ദേഹം ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെ ചരിത്രങ്ങളാക്കി വിവരിക്കുമ്പോൾ അതിനെക്കുറിച്ച് MGS എടുക്കുന്ന നിലപാടുകൾ എന്ത് എന്ന് കേരളം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിരുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ആളായിരുന്നു MGS. കാരണം എൻ്റെ മകൾ ഇതിന് ഡോക്ടർ എടുക്കാൻ പോകുമ്പോൾ MGS പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്, മലബാറിലെ ഹിസ്റ്ററിയാണ് അവളുടെ സബ്ജക്റ്റ് ആയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഗുരു പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ഗംഭീരമായി ഇത് ചെയ്യണം. കാരണം മലബാറിനെ കുറിച്ച്, കേരളത്തെക്കുറിച്ച് വേണ്ടത്ര ചരിത്ര ഗവേഷണങ്ങൾ നടന്നിട്ടില്ല എന്ന വലിയ വിഷമം അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. പുതിയ തലമുറ അതിലേക്ക് വരുന്നത് വളരെ കുറവാണ് എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഗവേഷണത്തിന് വന്നാലും അങ്ങേര് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതൊരു വലിയ കാര്യമാണ്, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. എനിക്കറിയാം, കൃഷ്ണയ്യർ, ചരിത്ര പണ്ഡിതനായിരുന്ന കൃഷ്ണയ്യരുടെ പേരിലുള്ള ഒരു അവാർഡ്, അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമാണ്, കോഴിക്കോട്. അപ്പൊ അതിൽ ഒരു തവണ അവാർഡ് മകൾക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം അത് പ്രത്യേകം പറഞ്ഞു. കാരണം ഇത് ഞങ്ങൾ കൊടുക്കുന്നത് കേരളത്തിലെ യുവ തലമുറ ചരിത്ര പഠനത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചരിത്രത്തിനൊക്കെ രേഖകളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പോലും നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച രേഖകളിൽ നിന്നോ അല്ലെങ്കിൽ ലണ്ടൻ മ്യൂസിയത്തിലെ രേഖകളിൽ നിന്നുമാണ്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ചരിത്ര ശേഖരമില്ല. അത് കണ്ടെത്തുക ശിലാലിഖിതങ്ങളിലൂടെ, അതുപോലെ മറ്റ് വട്ടെഴുത്തുകളിലൂടെ. അതിലൊക്കെ MGSന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരുപക്ഷെ വലിയ മാർഗദർശിയാണ്. കേരള ചരിത്ര പഠനത്തിന്റെ മാർഗദർശിയായ ഒരു ഗുരു ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് MGSന്റെ അടുത്ത് പോയി ചോദിക്കാം എന്നും നമ്മൾ ആഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ ഒരു സംശയം നമുക്ക് വളരെ കൃത്യമായി തീർന്നു കിട്ടും. അതിനുള്ള ഒരാളിനി ഇല്ലാതായി പോയി കോഴിക്കോട് എന്ന ഒരു സങ്കടമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിന്റെ മറ്റെല്ലാവരോടുമൊപ്പം ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. താങ്ക് യു CR നീലകണ്ഠൻ. ശരിക്കും ഒരു റെഫറൻസ് പുസ്തകം കൂടിയായിരുന്നു ഡോക്ടർ MGS നാരായണൻ എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളെല്ലാവരും ഓർമ്മിക്കുന്നത്. എന്ത് സംശയം വന്നാലും ടെലിഫോണിൽ മറുപടി കിട്ടുമായിരുന്നു MGSൽ നിന്ന്. ഇപ്പോൾ ചരിത്ര ഗവേഷകനും മുൻ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ രാജൻ ഗുരുക്കൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്. അങ്ങ് അറിയുന്നത് പോലെ ഏറ്റവും വലിയ ചരിത്രത്തിലെ നമ്മുടെ ഒരുപക്ഷെ ഗവേഷണത്തിൻ്റെ ചരിത്രരംഗത്തെ ഹിമാലയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന MGS കടന്നുപോയി. അങ്ങയുടെ മനസ്സിൽ എന്താണ് ഇപ്പോഴുള്ള ഓർമ്മകൾ? ശരിയാണ്. വാസ്തവത്തിൽ ഗവേഷണ രംഗത്തേക്ക് എന്നെ കൈ പിടിച്ച് കയറ്റിയത് MGS മാഷാണ്. പലപ്പോഴും ചരിത്രം പഠിക്കുക, അതിൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറം ചരിത്രം അന്വേഷിക്കുക എന്നത് അത് വേറെ തന്നെ ഒന്നാണല്ലോ. അതിൽ ഹരിശ്രീ കുറിക്കുന്ന ഘട്ടത്തിൽ ആണ് ഞാൻ MGSനെ കാണുന്നത്. ഒരു തീരാ നഷ്ടമാണ്. വളരെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിലെ വ്യക്തികളെല്ലാം തന്നെ കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും പലരും MGSനോട് കടപ്പെട്ടിരിക്കുന്നു. MGS കേരളത്തിലേക്കാൾ വാസ്തവത്തിൽ ഇന്ത്യ മുഴുവനും തന്നെ അറിയപ്പെട്ടിരുന്നു. സ്വതന്ത്രമായ രീതിയിൽ ചരിത്ര വ്യാഖ്യാനം നടത്തുകയും രീതിശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുകയും സൗത്ത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ വഴിത്തിരിവ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റേത് പ്രത്യേകിച്ച് എടുത്തു പറയാനും ഇല്ല.